കുട്ടികളുടെ വാശി ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണല്ലേ. പേരൻസിൻ്റെ ഇടയിൽ ഭയങ്കര വാശിയാണ്, പറഞ്ഞ കാര്യം സാധിക്കുന്നത് വരെ വാശി പിടിച്ച് കരയും. അതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളുടെ വാശി എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് പേരൻസിൻ്റെ അപ്രോച്ച് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതേപോലെ ഞങ്ങളുടെ ഓൺലൈൻ സർവീസസ്, സ്പീച്ച് തെറപ്പി, ഓക്കുപേഷണൽ തെറപ്പി, സൈക്കോളജി സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ്. സോ നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ഫാത്തിമ സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. കുട്ടികൾ വാശി പിടിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേരൻസിൻ്റെ റെസ്പോൺസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പേരൻറ്റ് എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. കുട്ടിയുടെ വാശിക്കനുസരിച്ച് പേരൻറ്റ് കൂടുതൽ ദേഷ്യപ്പെടുകയും കൂടുതൽ അഗ്രസീവ് ആവുകയൊക്കെ ചെയ്താൽ സിറ്റുവേഷൻ അവിടെ വീണ്ടും വഷളാവുകയുള്ളൂ. അല്ലെങ്കിൽ കുട്ടി വാശി പിടിക്കുന്നു, എന്നാൽ പിന്നെ വേഗം കാര്യം നടത്തി കൊടുക്കാം, എന്തിനാണ് ചോക്ലേറ്റാണ് വാശി പിടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് കൊടുക്കാം, എന്നാൽ പിന്നെ സിറ്റുവേഷൻ സോൾവ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് വീണ്ടും നിരന്തരമായ വാശികളിലേക്ക് നയിക്കുകയുള്ളൂ. വീണ്ടും കുട്ടിക്കറിയാൻ വാശി പിടിച്ചാൽ കരഞ്ഞാൽ കാര്യം സാധിക്കുന്നുള്ളത്. അപ്പോൾ അതും വീണ്ടും അവിടെ സിറ്റുവേഷൻ വഷളാവുകയാണ് ചെയ്യുന്നത്. അതിനു പകരം പേരൻറ്റ് വളരെ ശാന്തമായിരിക്കണം. പേരൻറ്റ് കുട്ടിയോട് സംസാരിക്കണം. എന്തിനാണ് നീ വാശി പിടിക്കുന്നത്, എന്താണ് നിൻ്റെ ആവശ്യം, ആ ആവശ്യം ന്യായമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുകയും സാധിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ നോ പറയുകയും ചെയ്യണം. പക്ഷേ നമ്മുടെ നോക്കൊരു വാലിഡിറ്റി ഉണ്ടാവണം. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. അതായത് നോ മീൻസ് നോ. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുള്ളിടത്ത് മാത്രമേ നോ ഉപയോഗിക്കാൻ പാടുള്ളൂ. മിക്ക പേരൻസിനെയും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ബിഹേവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി എന്ത് കാര്യം ചോദിച്ചു വന്നു കഴിഞ്ഞാലും പേരൻറ്റിന് ഇഷ്ടപ്പെടുന്ന സമയത്ത് കുട്ടിക്ക് ടി വി കൊടുക്കുന്നുണ്ടാകും, ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടാകും, ഒക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അതേസമയം കുട്ടി ചോദിച്ചു വരുന്ന സമയത്ത് ഇല്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പോയിക്കോട്ടെ വേണ്ട, ചോക്ലേറ്റ് കഴിച്ചോട്ടെ വേണ്ട, ഇത് ചെയ്തോട്ടെ വേണ്ട, അവിടെ പോയിക്കോട്ടെ വേണ്ട, ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ നോ പറയുന്ന സമയത്ത് നമ്മളുടെ നോൻ്റെ വാലിഡിറ്റി ഇല്ലാതാവുകയും കുട്ടി ആ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ നോ എന്ന് പറഞ്ഞാൽ അത് നോ ആയിരിക്കും. അതേപോലെ മൂന്നാമത്തെ പോയിന്റാണ്, കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ അവരെ പലവിധ കമൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആ കമൻറ്റുകളിലൊന്നും തന്നെ പേരൻറ്റ് വീണു പോകരുത്. അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് പേരൻറ്റ് ഒരിക്കലും കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഫേം ആയിരിക്കണം. എന്താണോ പേരൻറ്റ് ആ സമയത്ത് കുട്ടിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ അത് കുട്ടിക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. നെക്സ്റ്റ് വണ്ണാണ്, കുഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുഞ്ഞിൻ്റെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത്. ഡിസ്ട്രാക്ട് ചെയ്യുക. അത് വാശി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം മൊബൈലിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് അതാ അവിടെ നോക്കൂ, ഒരു ബിഗ് ലയൺ വരുന്നുണ്ടല്ലേ, ആ ലയൺ എങ്ങനെയാണ് വരുന്നത് നോക്കൂ, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കൂ, അതാരാ വരുന്നത് നോക്കൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണം. കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിച്ചു വിടുക. അത് വളരെ നല്ലൊരു ടെക്നിക്കാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ഇഗ്നോർ. ചിലപ്പോൾ നമ്മൾ എത്ര ഡിസ്ട്രാക്ട് ചെയ്താലും, എത്ര അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ശ്രമിച്ചാലും എന്ത് ചെയ്യും, അവരുടെ വാശി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ആ കരച്ചിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും കാര്യം സാധിക്കുന്നവരെ. പക്ഷേ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല താനും. അപ്പോൾ എന്ത് ചെയ്യുക, ചിലതൊക്കെ ഇഗ്നോർ ചെയ്യുക. അവരെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ആവുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് കാമായിട്ട് വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കുക. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നാലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നുണ്ടാകും. അപ്രിഷിയേഷൻ കൂട്ടുക. അത് അപ്രിഷിയേഷൻ കൂട്ടുമ്പോൾ തന്നെ കുട്ടികളിൽ നല്ല രീതിയിൽ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കാണാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നന്നായിട്ടുണ്ട് എന്ന് പറയുക, അപ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ കുഞ്ഞുങ്ങളിൽ കണ്ടുവരാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ നല്ല കാര്യം ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഞാൻ ടി വി തന്നത്, നീ ഇങ്ങനെ നല്ല കുട്ടി ആയതുകൊണ്ടാണ് നിനക്ക് ഞാൻ ചോക്ലേറ്റ് തന്നത്, ആ ഒരു രീതിയിൽ ഒരു തരത്തിലും അസോസിയേറ്റ് ചെയ്യാനും പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് നല്ലത് ചെയ്യുമ്പോഴും കുട്ടി നമ്മുടെ അടുത്ത് നിന്നൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കും, ഒരു ടോക്കൺ ഓഫ് അപ്രീഷിയേഷൻ പ്രതീക്ഷിക്കും. അതൊരു നല്ലൊരു മാനറല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്കത് പ്രൊവൈഡ് ചെയ്തുകൊള്ളാൻ പറ്റണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ കുട്ടീൻ്റെ മനസ്സിൽ ഞാൻ ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഈ സമയത്ത് ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളൊരു മനസ്സിലൊരു വിഷമവും വരും. അപ്പം എല്ലാത്തേക്കാളും ഉപരി നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ അടുത്തൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കുഞ്ഞിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കാനും എങ്ങനെയാണ് അവളുടെ അടുത്ത് പെരുമാറേണ്ടത് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെന്ത്
ചെയ്യണം? നമ്മുടെ കുട്ടിയുടെ അടുത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ കുട്ടികളാകുമ്പോൾ നമ്മൾ അവരെ കൂടെ ഇരുന്ന് കളിക്കണം, അല്ലെങ്കിൽ അവരെ കൂടെ അവർ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അവരെ കൂടെ ഇരുന്ന് അവരെ കൂടെ കാർട്ടൂണൊക്കെ കാണുക. അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ എന്താണ് നമ്മുടെ കുട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വാശിയും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാനും പറ്റുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.